അപ്പോ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ എത്തിയപ്പോ ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ച ആ നെറികെട്ട വാർത്ത, അതായത് സ്കൂളിന് തിരിച്ചടി എന്നുള്ള ആ ഒരു വാർത്തയുടെ സത്യാവസ്ഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമസ്കാരം. അപ്പോ കേസിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ 3 പേർക്ക് ഒരു മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് സ്കൂളിലെ ഈ ഹിജാബ് വിഷയം എന്ന് പറയുന്നത് ഒത്തുതീർപ്പായതിനു ശേഷവും ആ വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, കൂടാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇന്നലെ വരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച കുട്ടിയുടെ രക്ഷിതാവ്. അതായത് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് കുട്ടിയുടെ രക്ഷിതാവ് കുട്ടിയുടെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും കുത്തിത്തിരിപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ പഠനം വസ്ത്രത്തിന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കും. മാത്രമല്ല, കുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ സ്കൂൾ മാത്രമായിരിക്കും, അതിനെതിരെയും നടപടിയെടുക്കും എന്ന് പറഞ്ഞ വി ശിവൻകുട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു? 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ വേർതിരിവുകൾ ഉണ്ടാക്കുക, മുസ്ലിം വിഭാഗത്തിന്റെ രക്ഷകര് ഞങ്ങൾ മാത്രമാണ് എന്ന് സ്ഥാപിക്കുക, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തില് മന്ത്രിയോട് പറയാനുള്ളത്, താങ്കളുടെ വയറ്റിപ്പഴപ്പ് രാഷ്ട്രീയം പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മാത്രമാണ്. ഇനി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഘോരഘോരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ കുറി തൊട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റാൻ പാടുണ്ടോ? പൂണൂൽ ധരിച്ച് അല്ലെങ്കിൽ ഏലസ് ധരിച്ച് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ സ്കൂളിൽ കയറ്റാൻ പാടുണ്ടോ എന്നൊക്കെ. ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു കൂപമണ്ഡൂകമായിട്ട് മാറരുത്. കാരണം സെന്റ് റീത്ത സ്കൂളിൽ വെച്ചിരിക്കുന്ന നിബന്ധന സ്കൂൾ നിഷ്കർഷിച്ചിട്ടുള്ള യൂണിഫോം മറയ്ക്കുന്ന രീതിയിലുള്ള യാതൊരു മതചിഹ്നങ്ങളും പാടില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോ ഈ പൂണൂൽ എന്ന് പറയുന്ന വസ്ത്രത്തിന് പുറത്ത് ആരും ധരിക്കാറില്ലല്ലോ, അകത്തല്ലേ ധരിക്കുന്നത്. ഏലസ് ആണെങ്കിലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഇനി താങ്കൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സുന്നത്ത് നടത്തിയ കുട്ടികളെയും പരിശോധിക്കേണ്ടി വരും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇനി കുട്ടിയുടെ പിതാവ് വളരെ വികാരാധീനനായിട്ട് പറഞ്ഞത്, സ്കൂൾ അധികൃതർ പറഞ്ഞത്രേ ഹിജാബ് ധരിച്ചു വരുന്നത് മറ്റു കുട്ടികൾക്ക് ഭയമുണ്ടാക്കിയെന്ന്. ഈ വിഷയം കേരളമൊട്ടാകെ കത്തിക്കയറിയപ്പോ താങ്കൾ ജിഹാദികളുടെ വക്താവാകരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഹിജാബ് ധരിച്ചു വരുന്നതിലല്ല കുട്ടികൾക്ക് ഭയം എന്ന് സ്കൂളിലത്തെ പ്രിൻസിപ്പൾ വ്യക്തമാക്കിയത്. നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം വർഗീയവാദികൾ ആ സ്കൂളിലേക്ക് പാഞ്ഞു കയറിയല്ലോ. അവർ ഓഫീസിലേക്ക് പോലും പോകാതെ പ്രീ KG കുട്ടികൾ മാത്രം പഠിക്കുന്ന പ്രത്യേക ഏരിയയിൽ പോയി ബഹളമുണ്ടാക്കിയല്ലോ. ആ ഒരു നടപടിയാണ് തെറ്റ് എന്ന് സ്കൂൾ പ്രിൻസിപ്പൾ ചൂണ്ടിക്കാണിച്ചത്. അതിലാണ് കുട്ടികൾ ഭയന്നു എന്നും പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നുള്ളത് താങ്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. താങ്കൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും പൊതുജനങ്ങൾ മാധ്യമങ്ങളിലൂടെ ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ഹൈക്കോടതിയിൽ ഇന്നലെ നടന്ന സംഭവം, ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു തിരിച്ചടിയും സ്കൂളിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പറയുന്നതും കേട്ട് ഉടനെ തന്നെ ഒരാളും മക്കളെ ഹിജാബും തൊപ്പിയും ഒക്കെ ധരിപ്പിച്ച് സ്കൂളിലേക്ക് വിടാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് CBSE സ്കൂളുകളിലേക്ക്. ഇനി കോടതിയിൽ വെച്ച് സ്കൂളിന് ചെറിയ ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ മാധ്യമങ്ങൾ പറയുന്ന ഈ വിഷയത്തിലല്ല തിരിച്ചടി ഉണ്ടായത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോ തിരിച്ചടിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉത്തരവിന് അടിയന്തര സ്റ്റേ കിട്ടിയില്ല എന്നുള്ള പ്രചരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുൻപ് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതായത് CBSE സ്കൂളുകൾക്ക് അവരുടെ സ്കൂളിലെ യൂണിഫോം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് ചട്ടങ്ങളും തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട് എന്നും അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതുമായിട്ടുള്ള ആ ഒരു പഴയ ഉത്തരവ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് TC വാങ്ങി അവർക്ക് യോജിച്ച സ്കൂളുകളിലേക്ക് മാറാം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ കേസ് കൈകാര്യം ചെയ്ത ജസ്റ്റിസ് VG അരുൺ സർക്കാർ അഭിഭാഷകനോട് ചോദിച്ചത്, CBSE സ്കൂളിലെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് എന്ത് അധികാരമാണ് ഉള്ളത്? അതായത് CBSE അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ എന്ത് അധികാരമാണുള്ളത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചോദ്യം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് കേട്ടപാടെ സർക്കാർ അഭിഭാഷകൻ മറുപടി നൽകാൻ സമയം വേണം എന്നും ആവശ്യപ്പെട്ടു. അതോടെ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചു. ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്.
അതായത് സ്വന്തം അധികാര പരിധിയിലല്ലാത്ത കാര്യത്തിൽ ചാടിക്കയറി ഉത്തരവിറക്കിയ സർക്കാരിന്റെ നടപടിയെ കോടതി ചോദ്യം ചെയ്തു എന്ന് തന്നെ പറയാം. മാത്രമല്ല, ഇത് ഒരു CBSE സ്കൂളിന്റെ വിഷയമായതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഉത്തരവുകളൊന്നും ഇറക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുകൂടി കോടതി വ്യക്തമാക്കി. അതായത് സർക്കാർ അഭിഭാഷകനോട് ജസ്റ്റിസ് ചോദിച്ചു, ഇത് CBSE സ്കൂൾ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, അതുകൊണ്ട് ഇടക്കാല ഉത്തരവൊന്നും തന്നെ ഇപ്പോ ഇറക്കുന്നില്ല, അതിറക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ അറ്റോർണി നിർദ്ദേശങ്ങൾ തേടട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി സ്കൂള് നേരിട്ട തിരിച്ചടിയെക്കുറിച്ച് കൂടി പറഞ്ഞു പോണമല്ലോ. അതായത് സ്കൂളിന് വേണ്ടി ഹാജരായ കോൺസിൽ കോടതിയിൽ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. ഇത് കേട്ട ജസ്റ്റിസ് ഈ വിഷയത്തിൽ കുട്ടികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് മാത്രം അഭിസംബോധന ചെയ്താൽ മതി എന്നാണ് ജസ്റ്റിസ് സ്കൂളിന്റെ കൗൺസിലിനോട് നിർദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളെയും സമഭാവനയോടുകൂടി കണ്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ജസ്റ്റിസ് യൂണിഫോം വിഷയത്തിലും എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി സ്കൂളിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഹിജാബിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിയമസഭയിൽ തന്നെ പോലീസ് സേനയിലുള്ള ഉദ്യോഗസ്ഥർക്ക് താടി വെക്കാനുള്ള അവകാശം വേണം എന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കിയതും ആ വിഷയം എങ്ങനെ കെട്ടടങ്ങി എന്നുള്ളതും എല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പോ ആ ഒരു വിഷയം എന്ന് പറയുന്നത് മാത്രം വെച്ചുകൊണ്ട് ഇതുപോലെ വർഗീയ കുത്തിത്തിരപ്പുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക് ചുട്ട മറുപടി കേരള സർക്കാർ തന്നില്ലെങ്കിലും കേന്ദ്ര സർക്കാർ ഓങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക.